യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇന്നത്തെ ഈ എപ്പിസോഡ് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തെ കർത്താവ് കരുണയോടെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, വഴികളെല്ലാം വഴിമുട്ടിപ്പോയ അവസ്ഥയിലായിരിക്കുന്നവരുടെ ജീവിതങ്ങളെ ഇന്ന് യേശു അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് പോകുകയാണ്. വിശുദ്ധ ബൈബിളിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനങ്ങൾ, നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസം മൂലമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വാഗ്ദാനം പ്രാപിക്കുന്നത്. വിശ്വാസത്താലാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ നിറയുന്നതും വിശ്വാസത്താൽ തന്നെയാണ്. അത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടാവണം. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഒരു ഉണർവിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ മനസ്സും ചിന്തകളുമൊക്കെ വീണ്ടും പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും കടന്നു വരികയുള്ളൂ. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ഏകദേശം 1 കോടി രൂപയോളം കടബാധ്യതയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഭാര്യയും 3 കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു.
മുൻപിൽ മാർഗങ്ങളൊന്നുമില്ല, എങ്ങനെ കടബാധ്യത തീർക്കണമെന്നറിയില്ല. പലിശക്കാർക്ക് പലിശ കൊടുക്കുവാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മനസ്സ് തകർന്ന ആ മകന് ധ്യാനത്തിൽ പങ്കെടുത്തു. അവൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ വചനം വിതച്ചു. ആ മകൻ്റെ ഹൃദയത്തിലെ നിരാശകൾ വിട്ടുമാറി. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, ആഴമായ വിശ്വാസത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. രണ്ടാം പ്രാവശ്യം ആ മകൻ ധ്യാനം കൂടാൻ വന്നപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു: പല കാര്യങ്ങൾക്കും വേണ്ടി ദൈവം വഴികളെ തുറന്നു. ഏതോ ബിസിനസ് മേഖലയിലൊക്കെ ദൈവം വഴികൾ തുറന്നു കൊടുത്തു. ബന്ധുക്കൾ ആരൊക്കെയോ സഹായിച്ചു. വിദേശത്ത് പോകാനായിട്ട് ഏതോ വ്യക്തികൾ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ പ്രത്യാശയുടെ വഴികൾ ആ മകൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. ആ പ്രത്യാശ നഷ്ടപ്പെട്ട് മനസ്സ് നിരാശയിലായി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെ നാട് വിടുക, അങ്ങനെ പലതും ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവാം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം തരുവാൻ യേശു ഉണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് നീ കടന്നു വരണം. നിന്റെ പ്രശ്നം എന്തുമാവട്ടെ, അത് പരിഹരിക്കുവാൻ യേശു ക്രിസ്തു മതിയായവനാണ്. റോമ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം തുടരുന്നു: ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ തകർച്ചകൾ, സഹനങ്ങൾ, അവയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. എത്രമാത്രം തകർന്നു പോയാലും അതിൽ നിന്ന് ഒരു വ്യക്തിയെ കൈപിടിച്ച് ഉയർത്തുവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് സാധിക്കും. ജെറമ്യ 32:27 ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ആ ചോദ്യം നിന്നോടാ കർത്താവ് ചോദിക്കുന്നത്. ദൈവം നിന്നോടാ ചോദിക്കുന്നത്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഇല്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് എല്ലാം സാധിക്കുമെങ്കിൽ, എൻ്റെ സൃഷ്ടാവിന് എല്ലാം സാധിക്കുമെങ്കിൽ, എൻ്റെ ഈ തകർച്ചയിൽ വഴി തുറന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും നമ്മൾ കടന്നു വരണം. നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവണം. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ മുൻപിൽ അടഞ്ഞ വഴികളെല്ലാം എൻ്റെ ദൈവം തുറക്കും എന്ന് നീ വിശ്വസിക്കണം. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാനും സാധിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായി എങ്കിൽ മാത്രമേ നമുക്ക് സഹിക്കാനൊരു ബലം കിട്ടത്തുള്ളൂ. സഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആത്മധൈര്യം നൽകും. സഹനത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഇതാ നമ്മൾ ആത്മധൈര്യമുള്ള വ്യക്തികളായിട്ട് മാറും. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പക്വതയുള്ള വ്യക്തികളായിട്ട് മാറും. കഷ്ടതയിലൂടെ കടക്കുമ്പോഴാണ് നമ്മൾ പാകതയിലേക്ക് വരുന്നത്. കാരണം കഷ്ടതയിലൂടെയും സഹനത്തിലൂടെയും കടന്ന് ആത്മധൈര്യത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി ദൈവം പാകതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ആ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒരു മോചനം തരുവാൻ വേണ്ടി ആയിരിക്കാം, വിടുതലിന് വേണ്ടി ആയിരിക്കാം ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത്. ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ ദൈവം കഷ്ടതകളും സഹനങ്ങളും അനുവദിക്കുന്നു.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങളെ ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടാൽ നമുക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. സഹനം നമുക്ക് ആത്മധൈര്യമുള്ള വ്യക്തികളാക്കി മാറ്റുകയാണ്. ആത്മധൈര്യം നമ്മളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റുകയാണ്. ആത്മധൈര്യമുണ്ടാവണം. എന്തും വരട്ടെ, എന്തും വരട്ടെ, എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും കാവൽ നിൽക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്തും സംഭവിക്കട്ടെ, എൻ്റെ ദൈവം എന്നെ ഉള്ളം കയ്യിൽ താങ്ങും. ഇതാ എൻ്റെ വിശ്വാസം, ഇതാ എൻ്റെ പ്രത്യാശ, ഇതാണ് എൻ്റെ ആത്മധൈര്യം. എന്തും വരട്ടെ, ദൈവം കൂടെയുണ്ട്. ദൈവം കരുണയോടെ സഹായിക്കും. നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ കൂടുതൽ ഉറപ്പ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കർത്താവിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കണം. ആ പ്രത്യാശ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ദൈവം ഉയർത്തിയ ജീവിത അനുഭവങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണുകൾ തുറന്ന് നോക്കുന്നത് ഒത്തിരി നല്ലതാണ്. മറ്റുള്ള ജീവിതത്തിൽ തകർച്ചകളിൽ നിന്നൊക്കെ എത്രയോ പേരെയാണ് ദൈവം കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. ഈ അടുത്ത നാളിൽ ഒരു സഹോദരി പങ്കുവച്ച അനുഭവമാണ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ആ മകള് 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച. അന്ന് ഡോക്ടർമാർ പറഞ്ഞു ഒരായുസ്സിന് സാധ്യത കുറവാണ്, ഈ രോഗം ക്യാൻസർ പൂർണ്ണമായിട്ട് ഭേദമാകുമെന്ന് ഉറപ്പില്ല. പക്ഷെ അവർക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവർ ധീരതയോടെ ആത്മധൈര്യത്തോടെ ക്യാൻസർ എന്ന രോഗത്തെ നേരിട്ടു. നന്നായിട്ട് പ്രാർത്ഥിച്ചു, ധ്യാനത്തിൽ കൂടി ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി. 10 വർഷക്കാലമായി അവരെ ക്യാൻസർ രോഗത്തു നിന്ന് പരിപൂർണമായിട്ട് സൗഖ്യത്തിലേക്ക് വന്നു. 10 വർഷമായിട്ട് അവർക്ക് ക്യാൻസർ ഇല്ല. ഇന്നും ആരോഗ്യത്തോടെ ആ അമ്മ ജീവിക്കുകയാണ്. ജീവിതത്തിൽ മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെ ബുദ്ധിക്കും അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാൽ വഴുതാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങത്തില്ല, നിന്റെ കാൽ വഴുതി വീഴുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്ന ദൈവം നീ തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. ഏതൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആത്മധൈര്യത്തോടെ നമ്മൾ നേരിടണം. ആത്മധൈര്യം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ. ഭീരുത്വത്തിൻ്റെ ആത്മാവ് വിട്ടുപോകട്ടെ. ആത്മധൈര്യത്തിൻ്റെ, ആത്മശക്തിയുടെ, ധീരതയുടെ ഒരു അഭിഷേക ശക്തി നമ്മളിൽ നിറയട്ടെ. അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മധൈര്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ആത്മശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ധീരത നൽകണമേ പരിശുദ്ധാത്മാവേ, ഉണർവ് നൽകണമേ പരിശുദ്ധാത്മാവേ. ആത്മധൈര്യത്തോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാൻ കൃപ തരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിരന്തരമായിട്ട് നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ്. പ്രത്യാശ ഉണ്ടോ, നമുക്ക് നിരാശയുടെ ആവശ്യമില്ല. നിരാശയുടെ അനുഭവങ്ങളും ചിന്തകളും വരുമ്പോൾ കുരിശിൽ മരിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കണം. ആ മുഖത്തേക്ക് നോക്കി ആത്മധൈര്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. ജീവിതത്തിൽ നമ്മൾ നേടിയതൊക്കെ ദൈവം ദാനമായിട്ട് നൽകിയതാ. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതും ദൈവം ദാനമായിട്ട് നൽകിയതാ. ഈ ആയുസ്, ഈ ആരോഗ്യം, ഈ ജീവിതം, സമ്പത്ത്, ജോലി, ബുദ്ധി എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്.
വചനത്തിന് പ്രകാരം ചോദിക്കുന്നുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? ചിലരുടെ എങ്കിലും ജീവിതത്തിൽ അഹങ്കാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടായതിൻ്റെ പിന്നിൽ അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 73:9 മുതൽ വചനങ്ങൾ, അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. കാരണം ആകാശം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു. അവരെ കുറ്റം കാണുന്നില്ല. ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും? അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഇതാ ഇവരാണ് ദുഷ്ടർ, അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി. അഹങ്കാരികൾ, തിന്മേൽ ജീവിക്കുന്നവർ, അധാർമികമായിട്ട് പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ തടിച്ചു കൊഴുക്കുന്നു. അവർക്ക് തകർച്ചയില്ല, അവർക്ക് രോഗമില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നല്ല മനുഷ്യൻ ചിന്തിക്കുക, ഞാൻ ഇത്ര നന്നായിട്ട് ജീവിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ തകർച്ചയും സഹനവും മാത്രമേ ഉള്ളുവെന്ന്. പ്രിയ സഹോദര, യേശു നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. യേശുവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നീ. അതിന് തെളിവാത്. അഹങ്കാരത്തിൻ്റെയും ദാഷ്ട്യത്തിൻ്റെയും ഒക്കെ മുകളിൽ ജീവിക്കുന്ന അനേകരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും തകർച്ചകൾ കടന്നു വരാം. ഒരിക്കലും ഉയർന്നു വരാൻ പറ്റാത്ത വിധമുള്ള വൻ തകർച്ചയിലേക്ക് ഇങ്ങനെ ഉള്ളവർ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 73:18, 19, 20 വചനങ്ങൾ. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു, അവർ നാശത്തിലേക്ക് വഴുതി വീഴാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. അഹങ്കാരികളെ, തന്നിഷ്ടക്കാരെ, തോന്നിവാസക്കാരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. വീണാൽ അവർക്ക് മാരകമായ പരിക്ക് പറ്റും. ഒരിക്കലും എണീക്കാനാവാത്ത വിധം അഹങ്കാരികൾ തകർന്നു പോകും, തന്നിഷ്ടക്കാർ തകർന്നു പോകും. അവർ എത്ര വേഗം നശിച്ചുപോയി. ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. അവർ നിന്നിരുന്ന സ്ഥലം പോലും കാണുവാനില്ല. അവരുടെ പേര് പോലും അസ്തമിച്ചു പോയി. ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മൾ ഇതാണ് കാണുന്നത്. അഹങ്കാരികളും ഒക്കെ ചരിത്രത്തിൽ തന്നെ മറഞ്ഞുപോയി എന്നുള്ളതാണ്. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ. അങ്ങ് ഉണർന്നു അവരെ കുടഞ്ഞെറിയുന്നു. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണിത്. നമ്മളിത് തിരിച്ചറിയണം. പ്രത്യാശയിലേക്ക് വരാം. ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളുമൊക്കെ അനുവദിക്കപ്പെടുന്നതിന് പിൻപിൽ കർത്താവിൻ്റെ കരങ്ങളുണ്ട്. അത് നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിൻ്റെ ആത്മരക്ഷയെ മുൻനിർത്തിയാണ് അത് കർത്താവ് ചെയ്യുന്നത്. അഹങ്കാരികൾ, തന്നിഷ്ടക്കാർ, ദൈവവചനത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർ, കർത്താവിനെ അംഗീകരിക്കാത്തവർ, അവരൊക്കെ ഈ വിധ തകർച്ചകളിലൂടെ കടന്നു പോകും. ഇത് നമ്മൾ ചുറ്റുവട്ടത്തേക്കൊക്കെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം. പുതിയ നിയമത്തിൽ ക്രിസ്തു
നമ്മോട് ചെയ്ത ഉടമ്പടി രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. ഈ രക്തത്തിൻ്റെ ഉടമ്പടി നമ്മുടെ നിത്യരക്ഷയുടെ ഉടമ്പടിയാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയാണ്. അപ്പോൾ ഈ ഉടമ്പടിയെ നമ്മൾ തകർക്കുമ്പോൾ അത് നമുക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നു. പ്രവാസികൾ ജലരഹിതമായ കുഴിയിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാക്കും, പൊട്ടക്കിണറ്റിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാക്കും. അവർ പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അവർ ദൈവത്തെ വിട്ടകന്നു, പൊട്ടക്കിണറുകൾ കുഴിച്ചു, അന്യ ദൈവന്മാരെ അനുഗമിച്ചു. പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത് നിർത്തുക. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു രക്തം കൊണ്ടുള്ള ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. ആ രക്തത്തിൻ്റെ ഉടമ്പടിയിലൂടെയാണ് മാനവരാശിക്ക് രക്ഷ ലഭിക്കുന്നത്. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു, പ്രത്യാശ നഷ്ടപ്പെട്ട് തടവറയിലായിപ്പോയവർ, മനസ്സിൻ്റെ തടവറയിൽ കിടക്കുക, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർ, അവരോട് കഥ പറയുകയാണ്, നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് യേശു പറയുന്നത്. ആ രക്ഷാമാർഗം രക്തത്താൽ മാനവരാശിക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത, രക്തത്താൽ മാനവരാശിയെ നേടിയ ക്രിസ്തുവാണ് ആ രക്ഷാദുർഗം. നീ ആ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോവുക. നീ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുവിലേക്ക് നീ മടങ്ങി വരിക. ഉറപ്പാണ്, യേശു നിന്നെയും നിൻ്റെ കുടുംബത്തെ രക്ഷിക്കും. കാരണം നിനക്ക് വേണ്ടി കൂടിയാണ് യേശു രക്തം ചിന്തിയത്. രക്ഷാദുർഗത്തിലേക്ക് നീ മടങ്ങി വരിക. ആ രക്ഷാദുർഗം ക്രിസ്തുവെന്ന മൂലക്കല്ലാണ്, ക്രിസ്തുവെന്ന ഉറപ്പേറിയ പാറയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. അതാണ് മാനവരാശിയുടെ രക്ഷാദുർഗം. അവിടെ ആര് അഭയം തേടുന്നുവോ, അഭയം തേടുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാ. അവിടെ ജാതിയില്ല, നിറമോ വർണ്ണവർഗ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ആര് ക്രിസ്തുവെന്ന വ്യക്തിയെ തേടി ചെല്ലുന്നുവോ അവർ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാണ്. ഉറപ്പാണ്, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. പ്രത്യാശയിലേക്ക് വരാം. പ്രതീക്ഷ മങ്ങിയവർ, നിന്റെ മുൻപിൽ കർത്താവ് തുറക്കാൻ പോകുന്ന പുതിയ വഴിയിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കുക. നിന്റെ മുൻപിൽ പ്രത്യാശയുടെ ഒരു കാലം കർത്താവായ യേശു ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ നാഥനായി കർത്താവായി സ്വീകരിക്കുക. നിനക്ക്, നിൻ്റെ കുടുംബത്തിന്, മക്കൾക്ക്, തലമുറയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അവയെല്ലാം യേശു നൽകും. ഉറപ്പാണിത്. അവൻ്റെ മഹത്വത്തിൽ നമ്മൾ ഒരിക്കൽ പങ്കുകാരാകുകയും ചെയ്യും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. പ്രത്യാശയിലേക്ക് മടങ്ങി വരാം. ഹൃദയത്തിൽ നിരാശയും സങ്കടവും വേദനയും ഒക്കെ നമുക്ക് മാറ്റിക്കളയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. യേശു നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആമേൻ. ഏത് ഷോൾഡറാ ഊരി പോകുന്നത്? 2 കട ഷോൾഡർ ഊരി പോവോ? 20 വർഷം കൊണ്ട് ഊരി പോകും. ബിബി. ബിബി. വീട് എവിടെയാ? കോരുത്തോട്. കർത്താവ് സൗഖ്യം തരുമോ? സൗകര്യം ഉറപ്പാ.
ഹല്ലേലൂയ. കൈ കുടഞ്ഞു, ഇടത്തെ കൈ ആദ്യം വലിച്ചു കുടഞ്ഞു, ധൈര്യമായിട്ട് കുടഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരി പോകത്തില്ല, മരണം വരെ ഈ 2 ഷോൾഡർ ഊരത്തില്ല. കൈ വട്ടം കറക്കിക്കേ, കറക്കിക്കേ, തിരിച്ച് കറക്കിക്കേ, തിരിച്ച് കറക്കിക്കേ. ഹല്ലേലൂയ. ഈ കൈ കറക്കിക്കേ, തിരിച്ച് കറക്കിക്കേ, ഇടിച്ചേ, ഇടിക്കട്ടെ. കരമിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കൈ പൊക്കിക്കേ, താത്തെ പൊക്കിക്കേ, താത്തെ വലിച്ചു കുടഞ്ഞ കൈ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരി പോകത്തില്ല, മരണം വരെ ഇനി ഈ ഷോൾഡർ ഊരത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. വിശ്വസിക്കാവോ? അത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം പോരാ, കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്താ പറയാനുള്ളത്? എൻ്റെ 20 വർഷമായിട്ട് ഞാൻ പന്ത് കളിച്ചപ്പോൾ വോളിബോൾ കളിച്ചപ്പോൾ കൈ ഇടത്തെ ഊരിപ്പോയതാണ്. അത് കഴിഞ്ഞ് എന്ത് കാണിച്ചാലും പുറത്ത് എടുത്താൽ കൈ ഇടത്തെ ഊരിപ്പോയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരിക്കും. 20 വർഷമായിട്ട് ഊരിപ്പോകുന്ന ഷോൾഡറാണ് കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് ഹീൽ ചെയ്തിരിക്കുന്നത്. യേശു ഇവിടെയുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. ഇവിടെ അത്ഭുതങ്ങൾ നടക്കും, രോഗശാന്തി നടക്കും, അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവിടെ നടക്കും. കാരണം യേശു ഇവിടെയുണ്ട്. ജീസസ് ഈസ് ദ ഹീലർ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു